വേരിയബിളിലായിരിക്കും. പക്ഷെ നമ്മൾ പെർമനന്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ഈ ഡാറ്റാബേസിൽ എവിടെയും കൊണ്ട് സേവ് ചെയ്യും. അങ്ങനെ 3 സ്റ്റെപ്പ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഭവം ഓർമ്മ ഉണ്ടാവും. ഇനീഷ്യൽ എമൗണ്ട് 20,000 ആയിരുന്നു വിചാരിക്കാം. 5,000 ഡെപ്പോസിറ്റ് വിത്ഡ്രോവലിന് വരുന്നു. 20,000 മൈനസ് 5,000 വരുന്നു. അയാളുടെ പുതിയ ബാലൻസ് ശരിക്കും 15,000 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓർഡറിനെ ചെയ്തു പോകണമെന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ 15,000 ഈ കമ്പ്യൂട്ടറിനുള്ളിൽ ഈ സെർവറിൻ്റെ ഉള്ളിൽ സേവ് ചെയ്യുന്നു. രണ്ട് സെയിം ടൈം ഇപ്പോൾ ATM ചെല്ലണതും ബാങ്കിൽ ചെല്ലണതും ATM ട്രാൻസാക്ഷൻ കണ്ട് ഒരു ATM കാർഡ് വേറെ അടുത്ത് കൊടുത്തു വിടുന്ന രീതിയിലൊക്കെ ചെയ്യുക. ATM ചെന്ന് കാശ് എടുക്കുന്നതും ബാങ്കിൽ ഡയറക്റ്റ് ചെന്ന് കാശ് എടുക്കുന്നതും ഡിഫറെൻറ്റ് ടൈമിൽ, അതായത് സെയിം ടൈമിലല്ലെന്ന് വിചാരിക്കാം. ATM ആദ്യം ചെന്ന് 5,000 വിത്ഡ്രോവൽ ചെയ്ത് അയാളുടെ കറണ്ട് ബാലൻസ് 15,000 ആയി. അത് കഴിഞ്ഞിട്ടാണ് അയാൾ ബാങ്കിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പ്രോഗ്രാം ഡാറ്റാബേസിൽ പോയി നോക്കുമ്പോഴും അയാളുടെ കറണ്ട് ബാലൻസ് 15,000 കിട്ടും. 10,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15,000 കൂടെ 10,000 ആഡ് ചെയ്ത് 25,000 ആയി. സെർവറിൽ പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യണത് 25,000 ആയിരിക്കും. രണ്ട് ടൈമിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ 25,000 ആയിരിക്കണം. കാരണം 5,000 എടുത്തപ്പോൾ 15,000 റെഡ്യൂസ് ആയി. പിന്നെ അത് കഴിഞ്ഞ് ബാങ്കിൽ ചെന്നിട്ട് 10,000 ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 15,000 പ്ലസ് 10,000 വന്നിട്ട് 25,000 ആയി. അപ്പോൾ ശരിക്കും ഉള്ള ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ ബാങ്കിൽ വരേണ്ട അയാളുടെ ബാലൻസ് എന്ന് പറഞ്ഞാൽ 25,000 ആണ്. പക്ഷേ ഇത് രണ്ട് ചെയ്ത് വെച്ചേക്കണത് ചിലപ്പോൾ സ്പീഡാകാൻ വേണ്ടി ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ത്രെഡ് വെച്ചൊക്കെ ഇരുന്ന് വിചാരിക്കാം. ത്രെഡ് വെച്ചാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഞാനിപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് പോലെ ഇവിടെ കാണിച്ചെങ്കിലും അൽഗോരിതം പോലെ കാണിച്ചേക്കുന്നത്. അപ്പം ഇതിൽ ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ കുറേ സ്റ്റെപ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഡാറ്റാബേസ് ഒക്കെ ഓപ്പൺ ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കാൻ കുറേ സ്റ്റെപ്സ് ഉണ്ടാവും. അങ്ങനെ സ്റ്റെപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടക്ക് സ്വിച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. കാരണം ആദ്യം ഈ പറഞ്ഞ കാര്യം ചെയ്യും. അതിനുള്ള സെർവറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാൽക്കുലേഷൻ ചെയ്യണം. സെർവറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യും, സ്വിച്ച് ചെയ്ത് അടുത്ത ത്രെഡിലെ ഈ സ്റ്റെപ്പ് ചെയ്യും, വീണ്ടും തിരിച്ച് ഇവിടെ വന്നിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യും. അങ്ങനെ രണ്ടും ഒരു സെയിം സോഫ്റ്റ്വെയറിൽ 2 ഡിഫറെൻറ്റ് ത്രെഡ്സ് ആയിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ 2 ത്രെഡും മാറി മാറി ചെയ്യും. മാറി മാറി ചെയ്യുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞുതരാം. രണ്ടുപേരും സെയിം ടൈമിലാണ് ചെന്നതെന്ന് വിചാരിക്കാം. ATM ചെന്ന് അയാൾ പിൻ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ ബാലൻസ് എന്നുള്ള വേരിയബിൾ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 20,000 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ത്രെഡ് ആയതുകൊണ്ട് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാകുന്ന ഞാൻ മറ്റേ ത്രെഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വന്നിട്ടുണ്ടാവും. അയാൾ ഇതേപോലെ തന്നെ ബാലൻസ് കണ്ടുപിടിക്കുന്നു. അവിടുത്തെ ത്രെഡ് ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ബാലൻസും 20,000 തന്നെ ആയിരിക്കും. ഏകദേശം ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ കാരണം ഫസ്റ്റ് പ്രോഗ്രാം ട്രാൻസാക്ഷൻ കഴിഞ്ഞ് ബാലൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ സെക്കൻഡ് ത്രെഡ് പഴയ ഡാറ്റാബേസിലെ കണ്ടന്റ് റീഡ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ്. അങ്ങനെ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കിലെ പ്രോഗ്രാമിലെ ബാലൻസ് എന്നുള്ളത് ബാലൻസ് തന്നെയാണ് വേറെ വേരിയബിൾ ആകാം. ആ വേരിയബിളിന്റെ വാല്യൂ 20,000 ആയി. വീണ്ടും തിരിച്ച് സ്വിച്ച് ചെയ്ത്
ATM-ന്റെ അവിടെ വരും. അവിടുത്തെ സെക്കൻഡ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ 20,000 മൈനസ് 5,000 വരും. 20,000 മൈനസ് 5,000 ചെയ്ത് ഈ ബാലെന്നുള്ള വേരിയബിളിന്റെ വാല്യൂ 15K ആയിട്ട് മാറിയിട്ടുണ്ടാവും. വീണ്ടും തിരിച്ചിവിടെ വരും. ഇവിടെ ബാലൻ തന്നെ വേരിയബിൾ സെയിം ആണെന്നുള്ള വേറെ എന്തെങ്കിലും വേരിയബിളൊക്കെ ആകാം. ഇവിടെ 10,000 ഡെപ്പോസിറ്റ് ചെയ്യണത്. അപ്പം ഈ 20,000 കൂടെ 10,000 ഇൻക്രിമെന്റ് ചെയ്യും. ഈ ബാലൻസ് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ 30,000 ആയിട്ട് മാറും. വീണ്ടും തിരിച്ച് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടായതുകൊണ്ട് ഈ ബാലെന്നുള്ള വേരിയബിളിന്റെ വാല്യൂ സെർവറിലോട്ട് പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യും. അയാളുടെ അക്കൗണ്ട് ബാലൻസ് 15,000 ആയിട്ട് ഡാറ്റാബേസിൽ സേവ് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ തേർഡ് സ്റ്റെപ്പിൽ വരും. പക്ഷെ അയാളുടെ ഇപ്പോഴത്തെ ബാലൻസ് 30,000 ആണ്. അവിടുത്തെ വേരിയബിളിൽ ബാലൻസ് എന്നുള്ള വേരിയബിളിൽ 30,000 ഉള്ളത്. ആ ബാലൻസ് ആണ് കമ്പ്യൂട്ടറിന്റെ സെർവറിലോട്ട് സേവ് ചെയ്യാൻ പോകുന്നത്. ഹാർഡ് ഡിസ്കിൽ പെർമനന്റ് സേവ് ചെയ്യേണ്ടത്. ബാങ്കിൽ 30,000 അക്കൗണ്ട് ബാലൻസ് വരും. ശരിക്കും കറക്റ്റായിട്ട് കിട്ടേണ്ട ബാലൻസ് ആയിരിക്കും ഫൈനൽ വരുന്നത്. കാരണം സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റെപ്പാണ് അവസാനം ലാസ്റ്റ് റണ്ണാകണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ 30,000 വരും. ത്രെഡ് ആയതുകൊണ്ട് ഇത് തന്നെ ലാസ്റ്റ് റൺ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ത്രെഡ് ആകുമ്പോൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ലാസ്റ്റ് റൺ ആകുന്നത്. അങ്ങനെ അക്കൗണ്ടിൽ 15,000 വരും. കറക്റ്റായിട്ടുള്ള ബാലൻസ് അക്കൗണ്ടിൽ വരാൻ ചാൻസ് ഇല്ല. കാരണം മാറി മാറി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ ഔട്ട്പുട്ട് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടില്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യണതും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ വെച്ചാൽ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ATM-ന്റെ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ മെയിനായിട്ട് ഈ 3 സ്റ്റെപ്പ് വർക്ക് ചെയ്യുമ്പോൾ പകുതിക്ക് ചില മിഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ സ്വിച്ച് ചെയ്യരുത്. കാരണം ഈ 3 സ്റ്റെപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യരുത്. അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ 3 സ്റ്റെപ്പ് ഈ ബാങ്കിന്റെ ഈ ഒരു ബ്ലോക്കിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് സ്റ്റേറ്റ്മെന്റിലോട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ് കഴിയാതെ വേറൊന്നും ചെയ്യാൻ പോകരുത്. ഇടയ്ക്ക് വെച്ച് നിർത്തി പോയിട്ടുണ്ടെങ്കിലാണ് ഈ പ്രശ്നം വന്നത്. ഈ വർക്ക് ചെയ്യുമ്പോൾ ഇത് 3 കൂടി സെയിം ടൈമിലാണ് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ATM-ലും ബാങ്കിലും സെയിം ടൈമിൽ ട്രാൻസാക്ഷൻ വേണ്ടി ചെന്ന് വിചാരിക്കാം. ATM കാർഡ് ഒരാളുടെ കൊടുത്തുവിടുന്നു, അതുപോലെ തന്നെ അക്കൗണ്ടിന്റെ ഓർഡർ ബാങ്കിലും ചെല്ലുന്നു വിചാരിക്കുക. അപ്പോൾ ആരാണോ ആദ്യം ട്രാൻസാക്ഷൻ തുടങ്ങുന്നത് ആദ്യം ATM കാർഡ് കിട്ടുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ATM-ന്റെ ട്രാൻസാക്ഷൻ മുഴുവൻ കംപ്ലീറ്റ് ആകാതെ ആ ത്രെഡ് ബാങ്കിന്റെ ഇതിലോട്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ വേറെ ത്രെഡിലോട്ട് സ്വിച്ച് ചെയ്യരുത്. അതേപോലെ ബാങ്കിലാണ് അയാൾ ആദ്യം ചെല്ലണമെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ ഈ 3 സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡും തേർഡും കഴിയാതെ വേറൊരു സ്ഥലത്തോട്ട് സ്വിച്ച് ചെയ്ത് പോകരുത്. അപ്പം അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കോഡ് ചെയ്യണം. അതിനുവേണ്ടി ആ ടോപ്പിക്കാണ് ശരിക്കും ത്രെഡ് സിങ്ക്രണൈസേഷൻ നിങ്ങളുടെ സിലബസിൽ ഇട്ടേക്കണത്. അതിന് 3 മെത്തേഡ് ഉണ്ട്. മെത്തേഡ് സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ മെത്തേഡ് എന്ന് പറയാം. സിങ്ക്രണൈസേഷൻ മെത്തേഡ്, സിങ്ക്രണൈസ്ഡ് ബ്ലോക്ക്,
പ്രോഗ്രാം കൺട്രോൾ ഇതൊരു 3 മെത്തേഡിൽ നമുക്ക് ത്രെഡ് സിങ്ക്രണൈസേഷൻ ചെയ്യാം. സിങ്ക്രണൈസ് മെത്തേഡ് എന്നുള്ളൊരു സംഭവമുണ്ട്, സിങ്ക്രണൈസ് ബ്ലോക്ക് ഉണ്ട്. ഇത് കൂടാതെ പ്രോഗ്രാമർക്ക് കൺട്രോൾ ചെയ്യാതെ പ്രോഗ്രാമർക്ക് എന്തെങ്കിലും ലോജിക്കിലൊക്കെ മാറ്റം വരുത്തി കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിന്റെ ഹെൽപ്പോട് കൂടി ഈ 3 കാര്യം, ഈ 3 സ്റ്റെപ്സും ഒരുമിച്ചാണ് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറച്ച് ലോജിക്കൊക്കെ മാറ്റി ആ വെയിറ്റ്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ വെയിറ്റ് നോട്ടിഫൈ എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഹെൽപ്പൊക്കെ വേണ്ടി വരും. അതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി സിങ്ക്രണൈസ് ചെയ്യാം. ഈ തേർഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട്, ലോജിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഞാൻ അതിൽ ഇപ്പം ഡീറ്റായിട്ട് പോകുന്നില്ല, തെറ്റ് പോകുന്നില്ല. നിങ്ങളുടെ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമൊക്കെ റൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. മണിക്കൂർ ടൈം കളഞ്ഞാലും മനസ്സിലായില്ലെങ്കിലും കാര്യം ബാക്കിയുള്ള ടോപ്പിക്ക് എടുക്കാൻ ടൈം കിട്ടാതെ വരാം. ബാക്കി ടോപ്പിക്ക് എടുത്ത് ടൈം കിട്ടി കഴിയുമ്പോൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞുതരാം. തേർഡ് മെത്തേഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ ഡീറ്റെയിൽ, ആദ്യ 2 സിമ്പിളാണ്, അത് പറഞ്ഞുതരാം. ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ത്രെഡ് സിങ്ക്രണൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം, ഒരു E1 ഓടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് മോഡിഫൈ ചെയ്ത പ്രോഗ്രാം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം ത്രെഡ് സിങ്ക്രണൈസേഷൻ ഇല്ലാതെ എന്താണ് ഈ മോഡിഫൈ ചെയ്തെന്നുള്ളത്. എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് ആദ്യം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് പ്രോഗ്രാം പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ് ചെയ്ത പ്രോഗ്രാം ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. E1 0 എന്നുള്ളത് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത്, E1 2 എന്നുള്ളതും 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, E1 4 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, E1 6 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, E1 8 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എഫ് എന്നുള്ള ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ എഫ് എന്നുള്ള ഫംഗ്ഷനിൽ ചെയ്തൊക്കെയെന്ന് വെച്ചാൽ E1 0 എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഡിലേ വരാൻ വേണ്ടിയിട്ട് അറിയണ്ട, ഒരു ഡിലേ വന്നിട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഇവിടെ എഫ് എന്നുള്ള ഫംഗ്ഷനിൽ ചെയ്തിട്ടുണ്ട് E1 0, E1 2, E1 4, E1 6, E1 8 അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കാണിച്ച പ്രോഗ്രാമിൽ 0 തുടങ്ങി 30 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഡിസ്പ്ലേക്കാണ് പ്രോഗ്രാം ആയിരുന്നു. അതിന് പകരം ഇപ്പം ഇവിടെ ആണ് സിങ്ക്രണൈസേഷൻ ചെയ്യാൻ സമയത്ത് ആ ഫോർ ലൂപ്പ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ച് മനസ്സിലാകാൻ പാടായിരിക്കും. ജസ്റ്റ് ഇത്രയും വിചാരിക്കാം. ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സിന് തൽക്കാലം ഇമ്പോർട്ടൻസ് ഇല്ല.
എന്തൊക്കെയോ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് ഇങ്ങനെ ഈ സ്റ്റെപ്പായിരുന്നു ATM ട്രാൻസാക്ഷന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പാണ് ബാങ്കിൽ പോയി ഡയറക്റ്റ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടക്ക് വെച്ചിട്ട് തിരിച്ച് സ്വിച്ച് ചെയ്ത് വേറെ എടുത്ത് പോകരുത്. ഈ എഫ് എന്നുള്ള ഫംഗ്ഷനാണ് ഒന്നെങ്കിൽ ചെയ്യണമെങ്കിൽ മുഴുവനായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ഒരു ലോജിക്കുള്ള സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഔട്ട്പുട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും E1 0 3 പ്രാവശ്യം വന്നു, E1 2 3 പ്രാവശ്യം വന്നു, E1 4 റിപ്പീറ്റ് ചെയ്ത്, E1 6 റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ട്. ആ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ എഫിനെ ഞാനൊരു ത്രെഡാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ ലോജിക്ക് തൽക്കാലം ആലോചിക്കണ്ട, കൺഫ്യൂഷൻ ആവും. ഈ എഫിനെ ത്രെഡാക്കി മാറ്റിയിട്ട് ഈ എഫിനെ ഞാൻ 3 പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ട്. സാധാരണ ഫംഗ്ഷൻ ആയിരുന്നു വെച്ചെങ്കിൽ ആ ഫംഗ്ഷൻ മുഴുവൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ ഈ എഫ് കാരണം E1 എന്നുള്ള ക്ലാസിന്റെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓബ്ജക്റ്റിലോട്ട് സ്റ്റാർട്ട് പറഞ്ഞ്, അപ്പൊ E1 എന്നുള്ള ക്ലാസിന്റെ റണ്ണിലോട്ട് വരുമെന്ന് പറഞ്ഞ് റണ്ണിന്റെ ഉള്ളിൽ വെച്ചിട്ട് എഫ് കോൾ ചെയ്ത് E1 നമ്പർ ഡിസ്പ്ലേ ചെയ്ത് തുടങ്ങും. പക്ഷേ സിങ്ക്രണൈസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് സ്വിച്ച് ചെയ്യും, വീണ്ടും തിരിച്ച് ഇവിടെ വരും. E1 എന്നുള്ള ക്ലാസിന്റെ O2 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, O2 ഡോട്ട് സ്റ്റാർട്ട് പറയും, വീണ്ടും റണ്ണിലോട്ട് വരും, എഫ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. എഫിന്റെ 2 കോപ്പി റൺ ആവുന്നുണ്ട്. അതുപോലെ വീണ്ടും ഇവിടെ തിരിച്ചു വരും, O3 ക്രിയേറ്റ് ആവും, O3 ഡോട്ട് സ്റ്റാർട്ട് പറയും, വീണ്ടും എഫ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഈ എഫ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷന്റെ കോപ്പീസ്, 3 കോപ്പി റൺ ആവുന്നുണ്ട്. സെയിം ഫംഗ്ഷൻ 3 ടൈംസ് റൺ ആവണ ഒരു ഇതാണ് നിങ്ങളത്. ഓരോ വർഷം റൺ ആകുമ്പോഴും ത്രെഡ് ആക്കിയിട്ടുള്ള രീതിയിലാണ് എഫ് കോൾ ചെയ്തിരിക്കുന്നത്. എഫിന്റെ ഇടക്ക് വെച്ചിട്ട് സ്വിച്ച് ചെയ്യും. അപ്പൊ എഫ് ഞാൻ 3 പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ E1 0 സ്ക്രീനിൽ വന്നിട്ട് കഴിയുമ്പോൾ സ്വിച്ച് ചെയ്തിട്ട് സെക്കൻഡ് എഫിലോട്ട് പോകുന്നുണ്ട്. ഈ നമ്മൾ പ്രോഗ്രാമിൽ ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിലും സെയിം ഫംഗ്ഷന്റെ 3 കോപ്പി 3 റണ്ണാവുന്നുണ്ട്. അത് രണ്ടൊരു ബേസിക് കൺസെപ്റ്റ് ആണ്, അത് മനസ്സിലാവുള്ളൂ. സെയിം ഫംഗ്ഷൻ എഫ് 3 പ്രാവശ്യം കോൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരു പ്രാവശ്യം ഉള്ളെങ്കിൽ ശരിക്കും 3 പ്രാവശ്യം ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. 3 പാരൽ റണ്ണിങ് ഉണ്ട് അവിടെ. ഫസ്റ്റിന്റെ E1 0 പ്രിന്റ് ചെയ്ത് സ്വിച്ച് ചെയ്ത് സെക്കൻഡിലോട്ട് പോകും, അതിന്റെ E1 0 പ്രിന്റ് ചെയ്ത് സ്വിച്ച് ചെയ്ത് തേർഡിലോട്ട് പോകും, അതിന്റെ E1 0 പ്രിന്റ് ചെയ്യും. തിരിച്ച് ഫസ്റ്റിലോട്ട് വരും, E1 2 പ്രിന്റ് ചെയ്യും, സെക്കൻഡിലോട്ട് പോകും, E1 2 പ്രിന്റ് ചെയ്യും, തേർഡിലോട്ട് പോകും, E1 2 പ്രിന്റ് ചെയ്യും, വീണ്ടും സ്വിച്ച് ചെയ്ത് തിരിച്ച് ഫസ്റ്റിലോട്ട് വരും, E1 4 വീണ്ടും E1 4 E1 4 അങ്ങനെ 3 പ്രാവശ്യം. അതാണ് E1 0 എന്നുള്ളത് 3 പ്രാവശ്യവും, E1 2 എന്നുള്ളത് 3 പ്രാവശ്യം, E1 4 റിപ്പീറ്റ് ചെയ്യണം, E1 4 6 റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഔട്ട്പുട്ടിൽ കാണിച്ച ഔട്ട്പുട്ടിൽ നോക്കുക, E1 0 ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് എഫിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് ആയിരിക്കും. വീണ്ടും ഒരു E1 0 വന്നിട്ടുണ്ട്, ഇത് സെക്കൻഡ് എഫിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് ആയിരിക്കും. E1 0 വീണ്ടും വന്നിട്ടുണ്ട്, ഇത് തേർഡ് എഫിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് ആയിരിക്കും. E1 2 വന്നിട്ടുണ്ട്, ഇത് ഫസ്റ്റ് എഫിൽ നിന്ന് കിട്ടിയായിരിക്കാം. E1 2 സെക്കൻഡ് എഫിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് ആയിരിക്കും. E1 2 തേർഡിൽ നിന്ന് കിട്ടിയായിരിക്കാം. വീണ്ടും E1 4 ഫസ്റ്റിൽ നിന്ന് കിട്ടിയായിരിക്കാം. അങ്ങനെ എഫിന്റെ 3 കോപ്പിയിൽ 3 പ്രാവശ്യം റണ്ണാവുന്നതുകൊണ്ട് സ്പീഡ് സ്വിച്ചിങ് നടത്തിയിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി മാറിപ്പോകുന്നുണ്ട്. ഈ സെയിം എഫ് തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഓട് എഫ് വെച്ച് 2 ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പം ഇങ്ങനെ എന്തുകൊണ്ട് പറയാൻ കാരണം വെച്ചാൽ സെയിം ഫംഗ്ഷൻ എത്ര തവണ വേണമെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ സെയിം ഫംഗ്ഷൻ്റെ അത്രയും കോപ്പീസ് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാകും. ഇത് ത്രെഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി മറ്റേലോട്ട് പോയിട്ട് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കുക.
പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബാങ്കിന്റെ ട്രാൻസാക്ഷന്റെ ഒരു മെയിൻ പാർട്ടായിരുന്നു വിചാരിക്കുക. അതായത് ATM കാശ് വിഡ്രോവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റിന്റെ ഒരു കോഡായിരുന്നു വിചാരിക്കുക. അങ്ങനത്തെ ഒരു കോഡായിരുന്നു വെച്ചെങ്കിൽ ഇടയ്ക്ക് വെച്ച് സ്വിച്ച് ചെയ്ത് പോകരുത്. സ്വിച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഫൈനൽ ബാലൻസ് തെറ്റാൻ നടക്കുമെന്ന് എത്ര എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഈ ഒരു ബ്ലോക്ക് ലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ, അത് E10 കയറിയിട്ടുണ്ടെങ്കിൽ 2, 4, 6, 8 പ്രിന്റ് ചെയ്യിക്കാതെ തിരിച്ചു പോകരുത്, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്ത് പോകരുത്. അതിന് എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഈ ത്രെഡ് സിങ്ക്രണൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്നത് ഡിഫോൾട്ട് പ്രോഗ്രാമർക്ക് കൺട്രോൾ ഇല്ല. കാരണം OS തന്നെയാണ് എപ്പോൾ സ്വിച്ച് ചെയ്യണം എന്നുള്ള ആരോഗ്യം തീരുമാനിക്കണം. സിസ്റ്റത്തിൽ ലോഡ് അനുസരിച്ച് അതിന് ഒന്ന് സ്വിച്ച് ചെയ്യും. പക്ഷെ പ്രോഗ്രാമർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ ഹെൽപ്പോട് കൂടി എപ്പോൾ സ്വിച്ച് ചെയ്യണം എന്നുള്ളത് കുറച്ച് കൺട്രോൾ ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ സ്വിച്ച് ചെയ്യേണ്ട. ഇപ്പം ഇത് നമുക്ക് ശരിക്കും ഇതാണ് ഒറിജിനൽ പ്രോഗ്രാം. മറ്റേ കമന്റ് ഞാൻ എടുത്ത് കളഞ്ഞ്. ഈ പ്രോഗ്രാമത്തിന്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഈ സ്റ്റെപ്സ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലോക്കാണ്, ഒരു ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യണമെങ്കിൽ അത് മുഴുവനായിട്ട് വർക്ക് ചെയ്യണം, ഇടയ്ക്ക് നിർത്തി പോകരുത്. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നെയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് ഒരു സിങ്ക്രണൈസ്ഡ് എന്നുള്ള ബ്ലോക്കിനുള്ളിലാക്കി മാറ്റുക. സിങ്ക്രണൈസ്ഡ് ബ്രാക്കറ്റിൽ ദിസ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ ബ്ലോക്ക് കഴിയുന്നിടത്തുകൊണ്ടിട്ട് ആ കർലി ബ്രാക്കറ്റ് ഇടുക. പിന്നെ ദിസൊക്കെ എന്താണെന്നുള്ള ആലോചിച്ച് പതിയും അറിയണമെന്നില്ല. അത് പിന്നീട് ഇട്ടാട്ട് നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ദിസ് ഉണ്ടെങ്കിൽ ഇപ്പം ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനാണെങ്കിൽ ദിസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരുപാട് അല്ലെങ്കിൽ ഇപ്പൊ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസിന്റെ പ്രോഗ്രാമത്തിന്റെ ഒരു ഒബ്ജക്റ്റ് മെമ്മറിയിൽ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒബ്ജക്റ്റ് പിന്നെ വേറെ ആരും യൂസ് ചെയ്യരുത് നല്ല രീതിയിലൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഡ് വേറെ ആരും ഈ ബ്ലോക്ക് തീരണ വരെ യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. തൽക്കാലം ഞാൻ ആലോചിച്ച് അറിയേണ്ടായിരുന്നില്ല. വീട്ടിൽ പഠിക്കുന്നുള്ളവർക്ക് പിന്നീട് വിളിച്ചു വെച്ചാൽ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ ഇതിങ്ങനെ കാണപ്പെടാൻ പഠിക്കുക. സിങ്ക്രണൈസ്ഡ് ദിസ് കൊടുക്കുക, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആ ബ്ലോക്കിന്റെ എൻഡിൽ കർലി ബ്രാക്കറ്റ് ഇടുക. ഈ സിൻടാക്സ് ആണ് ശരിക്കും മാർക്കുള്ളത്. 3 രീതി ചെയ്യാന്ന് പറഞ്ഞ് അതിന്റെ ഫസ്റ്റ് മെത്തേഡ് ഒരുമിച്ച് ചെയ്യേണ്ട ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് സിങ്ക്രണൈസ്ഡ് ദിസിനുള്ളിൽ കൊടുക്കുക. ഇപ്പൊ സേവ് ചെയ്ത് റൺ ചെയ്ത് കാണിച്ചുതരാം. ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടിയേക്കണത് പുതിയ പ്രോഗ്രാമത്തിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടിയേക്കുന്നത്. ഈ 3 ടൈംസ് അങ്ങനെ റിപ്പീറ്റേഷൻ വന്നിട്ടില്ല. E1 0, E1 2, E1 4. അവിടെ നമ്മൾ ആദ്യം ഒരു F കോൾ ചെയ്യുന്നുണ്ട്. Fൽ E1 നമ്പേഴ്സ് ഡിസ്പ്ലേക്കാനുള്ള കോഡ് സിങ്ക്രണൈസ്ഡിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0, 2, 4, 6, 8 ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത Fലോട്ട് സ്വിച്ച് ചെയ്യുള്ളൂ. ഫസ്റ്റ് F മുഴുവനായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ത്രെഡ് ആയതുകൊണ്ട് സ്വിച്ച് ചെയ്ത് സെക്കൻഡ് ത്രെഡിലോട്ട് പോയിട്ട് സെക്കൻഡ് ത്രെഡിലെ F വീണ്ടും വർക്ക് ചെയ്ത് 0 തുടങ്ങി 8 വരെയുള്ള ഔട്ട്പുട്ട് കിട്ടി. സെക്കൻഡ് F മുഴുവൻ ഇനി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിച്ച് ചെയ്ത് തേർഡ് Fലോട്ട് പോകും. അതുപോലെ 0, 2, 4, 6, 8 എന്നുള്ളത് കിട്ടി. ഈ പറഞ്ഞ ഈ പ്രോഗ്രാമത്തിന്റെ ലോജിക്കും മറ്റൊക്കെ ആലോചിച്ചാണ് ഇതിന്റെ കുറെ ജാവയുടെ കുറെ ബേസിക്സ് എല്ലാം കൂടി കയറി വരുന്നുണ്ട്.
അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ത്രെഡ് സിങ്ക്രണൈസേഷൻ എന്നുള്ള ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള പോയിന്റ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഈ റൺ ചെയ്യാൻ പറ്റിയ രീതിയിലൊരു പ്രോഗ്രാം നിങ്ങൾ എക്സാമിന് ഇങ്ങനെയായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. സിങ്ക്രണൈസർ എന്നുള്ള സിൻടാക്സ് അല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണത് എന്താന്നൊക്കെ നമുക്ക് എഴുതേണ്ടി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റെപ്സ് എഴുതുക. ആ സ്റ്റെപ്സ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യണ പ്രോഗ്രാം തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ വിചാരിക്കാം, നിങ്ങളുടെ T1 എന്നുള്ള ത്രെഡ് ഉണ്ട്, അതിൽ S1, S2, S3, S4, S6, സ്റ്റെപ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ എഴുതുക. ഒരു ബോക്സ് പോലെ നിങ്ങൾ വരച്ച് ഇങ്ങനെ താഴോട്ടായിട്ട് കാണിച്ചാലും മതി. T1 എന്നുള്ള ത്രെഡിനുള്ളിൽ ഇങ്ങനെ എഴുതി കാണിക്കുക. രണ്ട് ത്രെഡുകൾ ഒരുമിച്ച് എഴുതാനുള്ള എളുപ്പത്തിനുണ്ട്. ഇങ്ങനെ T1 എന്നുള്ള ത്രെഡിലെ സ്റ്റെപ്സ് ആണ് S1, S2, S3 എന്നുള്ള രീതിയിൽ ഇത് കാണിക്കാം. ഒറിജിനൽ പ്രോഗ്രാം എഴുതാൻ പറ്റാത്തതായിരിക്കും. T2 എന്നുള്ള ത്രെഡിൽ P1 കോളൻ, P2 കോളൻ, P3 കോളൻ, P4 കോളൻ, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ കാണിക്കുക. സിങ്ക്രണൈസേഷൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് കിട്ടാം. എക്സിക്യൂട്ട് ചെയ്യണ ഓർഡർ S1, P1, S2, P2, S3, P3, ഈ ഓർഡറിലായിരിക്കും മാറി മാറിയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള പോയിന്റ് പറയുക. ഇത് സിങ്ക്രണൈസ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഈ കോഡ് നിങ്ങൾ മാറ്റിയ രീതി കാണിക്കുക. അതായത് T1 എന്നുള്ള ഇതിൽ S1 സ്റ്റെപ്പ്, പിന്നെ അത് കഴിഞ്ഞ് സിങ്ക്രണൈസ്ഡ് ദിസ് കൊടുക്കുന്നു. അതിൻ്റെ ഉള്ളിൽ S2 കോളൻ, S3 കോളൻ, S4 കൊടുത്തിട്ട് X6 എന്നുള്ള രീതിയിൽ പറയുക. T2ൻ്റെ ഉള്ളിൽ P1 കോളൻ, P2 കോളൻ, ദിസ് കൊടുക്കുക. P3 കോളൻ, P4 കോളൻ, രണ്ട് പ്രോഗ്രാമായിട്ട് മോഡിഫൈഡ് പ്രോഗ്രാം കാണുമ്പോൾ അപ്പോൾ ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഇതിങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സിങ്ക്രണൈസ്ഡിന്റെ സിൻടാക്സ് അറിയാവുന്ന ഇത് തന്നെ പലപ്പോഴൊക്കെ മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ വർക്ക് കിട്ടി. ഇത് ഏത് ഓർഡറാണ് എക്സിക്യൂട്ട് ചെയ്യുക, വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് ഏത് സ്റ്റെപ്പ് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. എക്സിക്യൂട്ട് ചെയ്ത് S1 സിങ്ക്രണൈസ്ഡിനുള്ളിലല്ല. ആദ്യം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ S1 എക്സിക്യൂട്ട് ചെയ്ത് സ്വിച്ച് ചെയ്തിട്ട് P1 എക്സിക്യൂട്ട് ചെയ്യും. തിരിച്ചിവിടെ വരും. ഇവിടെ വരുമ്പോഴെന്ന് വെച്ചാൽ S2, S3, S4 സിങ്ക്രണൈസ്ഡ് ഉള്ളിൽ കൊടുക്കുന്നത്. അത് S2 എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ S3, S4 എക്സിക്യൂട്ട് ചെയ്യാതെ സ്വിച്ചിങ് നടക്കരുത്. അതാണ് ആ സിങ്ക്രണൈസ് കൊടുക്കാനുള്ള കാര്യം. അതിവിടെ കാണിക്കാം. S4 എക്സിക്യൂട്ട് ചെയ്യുന്നു, സ്വിച്ച് ചെയ്യുന്നു. P1 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് P2 എക്സിക്യൂട്ട് ചെയ്യും, സ്വിച്ച് ചെയ്ത് മുകളിലോട്ട് തിരിച്ചു പോകും. X6 എക്സിക്യൂട്ട് ചെയ്യും, സ്വിച്ച് ചെയ്ത് താഴോട്ട് വരും. താഴെ വരുമ്പോൾ T2ൽ P3യും P4ഉം സിങ്ക്രണൈസിൻ്റെ ഉള്ളിലാണ്. P3യും P4ഉം ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യും, സ്വിച്ച് ചെയ്ത് പോകും. മുകളിൽ സ്റ്റെപ്പൊന്നുമില്ല. പിന്നെ P5 എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പ്രോഗ്രാം കുറച്ചും ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ സിൻടാക്സും ലോജിക്ക് നിങ്ങളെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിക്കോളും. അതിന് കാര്യമായിട്ട് മാർക്ക് കൊടുക്കുന്നില്ല. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിങ്ക്രണൈസ്ഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
സിങ്ക്രണൈസ്ഡ് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇട്ടുക. ചിലവർ ഈ ചാറ്റിൽ ഈ നോട്ട് അയച്ചു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നോട്ട് ഞാൻ മറ്റേ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഈ നോട്ടിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അത് കുറേ തിയറിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരും. അത് നല്ല മെറ്റീരിയൽ ശരിക്കും പല സൈറ്റിലും ഫ്രീ ആയിട്ട് കുറേ മെറ്റീരിയൽസ് കിട്ടും. അതിപ്പോൾ നോക്കി പഠിക്കാൻ പോയാൽ കുറച്ച് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്ന പോയിന്റിൻ്റെ കൂടെ അല്ലെങ്കിൽ നോട്ടിൻ്റെ കൂടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ശരിക്കും ആ വീഡിയോയിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് ആൻസർ ചെയ്ത് പോകേണ്ടതെന്നുള്ള ആ വീഡിയോയിൽ നോക്കിയാൽ ശരിക്കും കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ. കാരണം ഞാനിപ്പോൾ ഈ തരുന്ന വീഡിയോ പോലത്തെ നോട്ട് പുതിയ ഉണ്ടാക്കി തരാൻ പോയാൽ ഇപ്പോഴും കുറേ ടൈം എടുക്കുക. കാരണം അങ്ങനെ റെഡ്യൂസ് ചെയ്ത നോട്ട് തന്നാലും നിൽക്കത് കണ്ടന്റ് കുറച്ച് നോട്ട് ഉണ്ടാക്കി തന്നാലും മുഴുവൻ മനസ്സിലാവണമെന്നില്ല. കണ്ടന്റിലുള്ള മുഴുവനായിട്ടുള്ള നോട്ട് തരാൻ പോയാൽ വായിച്ച് ചിലപ്പോൾ പഠിച്ചെടുക്കാനും കിട്ടും. അപ്പോൾ ഈ വീഡിയോ നോക്കി റെഫർ ചെയ്ത് കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നോട്ടോ അല്ലെങ്കിൽ കുറേ സൈറ്റ് ഉണ്ട് ജാവയുടെ പ്രോഗ്രാമും മറ്റൊക്കെ ഉള്ള ശരിക്കും വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമുള്ള കുറേ ഗൂഗിൾ വെറുതെ സെർച്ച് ചെയ്താൽ മതി, ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് കിട്ടും. അത് ഒക്കെ റെഫർ ചെയ്താലും മതി. പക്ഷെ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുന്ന പോയിന്റ്സ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. മാർക്ക് കിട്ടുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോ നിങ്ങൾ എപ്പോഴും റീപ്ലൈ നോക്കിയിട്ട് ആ വീഡിയോ നിങ്ങൾ മുഴുവനും ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴുള്ള ഗ്യാപ്പിനിടയ്ക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയായിരിക്കും. വീഡിയോ മുഴുവൻ കാണണമെന്നില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പോയിന്റ്സ് ഒരു ഇത് അടുപ്പിച്ച് വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് നോക്കിയാൽ അതൊക്കെ കുറച്ചും കൂടി എളുപ്പം. അങ്ങനെ കുറച്ച് കൂടുതൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേജ് നിറഞ്ഞ് പോയിന്റ് ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. അല്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ വീഡിയോ റീപ്ലൈ ചെയ്തിട്ട് നോട്ട് എടുത്തേക്കുക, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നോട്ട് എടുക്കുക, എന്താ ചെയ്യുക. അതുപോലെ ഇപ്പം ഈ ഞാനിവിടെ ഒരു പലത് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഈ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇത്ര ഷെയ്ഡൊക്കെ ചെയ്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അതിനാണ് കൂടുതൽ മാർക്ക് വന്നത്, അല്ലെങ്കിൽ ആ ടോപ്പിക്കാണ് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഞാനിവിടെ കുറേ ത്രോസ് എക്സെപ്ഷൻ ഒക്കെ പറഞ്ഞ് എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ത്രോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്നൊക്കെ ആലോചിക്കാൻ പോയാൽ നിങ്ങൾ സൈറ്റിൽ കാണുന്ന ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും, ഉള്ളിലുള്ളതിന് ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പിന്നെ ക്വസ്റ്റ്യൻ ഏതാണോ അതിനനുസരിച്ച് പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ആണെങ്കിൽ ജസ്റ്റ് ഇപ്പം ഇതാണ്. ഇപ്പം ഈ ത്രോസ് എക്സെപ്ഷൻ വേണമെങ്കിൽ ത്രോസ് എന്നുള്ള കീവേഡ് നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിവിടെ ഈ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുത്തത് ട്രൈക്കുള്ളിലാണ് കൊടുത്തത്. ഈ സ്ലീപ്പ് എന്നുള്ളത് ഹാർഡ്വെയർ യൂസ് ചെയ്യണ ഒരു ഇൻസ്ട്രക്ഷനാണ്. റൺ ടൈമിൽ പ്രശ്നം വരാം,
പ്രശ്നം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ട്രൈ ക്യാച്ചിനുള്ളിൽ കൊടുക്കണം. പകരം എന്താ ചെയ്യേണ്ടതെന്ന് കൊടുത്തില്ലെങ്കിലും ബ്ലാങ്ക് ആക്കി ഇട്ടാലും മതി ക്യാച്ചിന്റെ ബോഡി. എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു വെച്ചാൽ ഈ സ്ലീപ്പ് ഒരു ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്ലോക്കിന് റൺ ടൈമിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്റ്റക്കായി പോയിട്ട് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജാവയുടെ കമ്പയർ മനസ്സിലാക്കിയെടുത്ത് നമ്മൾക്ക് ഈ റൺ ടൈമിൽ എറർ ഉണ്ടാകാൻ കുറിച്ച് അവെയറാണ്. അതുകൊണ്ടാണ് ട്രൈ ക്യാച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷെ പകരം ചെയ്യേണ്ട സ്റ്റെപ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ജാവ കമ്പയറിന്റെ പ്രശ്നമൊന്നും ആക്കില്ല. കാരണം പ്രോഗ്രാമർ റൺ ടൈമിൽ വരാൻ ചാൻസ് ഉള്ള സ്ലീപ്പിന്റെ എററിനെ കുറിച്ച് അവെയർ ആണെന്നുള്ളത് കമ്പൈലറിന് മനസ്സിലായി. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടില്ല, ട്രൈ ക്യാച്ച് കൊടുത്തിട്ടില്ല. അതേപോലെ ഇത് ഇവിടെ ഇല്ലായിരുന്നു. റൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രൈ ക്യാച്ച് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വാണിംഗ് വരും. എന്താ വെച്ചാല് കമ്പൈലർ അസ്യൂം ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഗ്രാമർ ട്രൈ കൊടുക്കാൻ മിസ്സായി പോയി എന്നുള്ള രീതിയിലാണ് കമ്പൈലർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കമ്പൈലർ അങ്ങനെ ഒരു ട്രൈ ക്യാച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള വാണിംഗ് വന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ കമ്പൈലർ മനസ്സിലാക്കിയെടുക്കും ആ എറർ വരാനെ കുറിച്ച് ഈ പ്രോഗ്രാമർ അവെയർ ആണ്, അതുകൊണ്ട് ട്രൈ ക്യാച്ച് കൊടുത്തിട്ടുള്ളതിൽ കമ്പൈലർ എടുത്തുള്ളൂ. അപ്പൊ ആ ലൈനിൽ വാണിംഗ് വരില്ല. അപ്പൊ എവിടെയൊക്കെ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് ഉണ്ടോ അവിടെ എല്ലാം ട്രൈ ക്യാച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും പ്രോഗ്രാമത്തിന്റെ സൈസ് കൂടി. ശരി, നല്ല പ്രോഗ്രാം അങ്ങനെയാണ്, എവിടെയൊക്കെ സ്ലീപ്പ് ഉണ്ടോ അവിടെ എല്ലാം ട്രൈ ക്യാച്ച് കൊടുക്കണം. പക്ഷെ ഈ ലോജിക്ക് സിമ്പിൾ ആക്കാനായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുന്നത് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിന്ന് വെച്ചാൽ എല്ലാ ഫംഗ്ഷന്റെ കൂടെ അല്ലെങ്കിൽ ട്രൈ ക്യാച്ച് ഈ കൊടുക്കേണ്ട ഫംഗ്ഷന്റെ ഉള്ളിലെല്ലാം ത്രോസ് എന്ന് എഴുതിയിട്ട് എക്സെപ്ഷൻ കൊടുക്കുക. ട്രൈ ക്യാച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് നല്ല മെത്തേഡല്ല. കാരണം വെച്ചാല് പ്രോഗ്രാം എഴുതാൻ എളുപ്പത്തിനുണ്ട് അങ്ങനെ കൊടുക്കണേണ്. ഇനി ഇവിടെ ചെയ്തേക്കണെന്ന് വെച്ചാല് നമ്മൾ കമ്പൈലറിനെ ഇൻഫോം ചെയ്തൊക്കെയാണ് ഈ എഫിനുള്ളിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ഈ എഫിന് ആരാണ് കോൾ ചെയ്തേക്കുന്നത് അവിടേക്ക് ആ എറർ പാസ് ചെയ്യാനാണ് പറയണത്. ഈ എഫ് കമ്പലിനകത്ത് ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് എറർ വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ട് ചെയ്ത്. അപ്പൊ ഇവിടെ ട്രൈ ക്യാച്ച് കൊടുക്കണമെന്നില്ല. അപ്പൊ കമ്പനി മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഗ്രാമർ അവെയർ ആണ്, ഈ എഫിനുള്ളിൽ എറർ അവെയർ ആണെന്നുള്ള കാര്യം കമ്പനി മനസ്സിലാക്കി എടുത്ത് എന്നിട്ട് പ്രോഗ്രാമർ പറഞ്ഞിട്ട് എഫ് ആരാണ് കോൾ ചെയ്തിരുന്നത് ആ ലൊക്കേഷനിലോട്ട് ഈ ബോർഡിൽ തന്നെ എറർ പാസ് ചെയ്യുന്നുള്ളതാണ് ത്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ത്രോസ് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ റൺ ടൈമിൽ വരാൻ ചാൻസ് ഉള്ള എറേഴ്സ് ആ ഫംഗ്ഷൻ എവിടെ വെച്ചാണ് കോൾ ചെയ്തത് ആ ലൊക്കേഷനിലോട്ട് പാസ് ചെയ്യാൻ പറയും. ആ എഫ് കോൾ ചെയ്തേക്കുന്നത് ശരിക്കും ഈ റണ്ണിനുള്ളിലാണ്. ആ റണ്ണ് ഇൻഡയറക്റ്റ് ആയിട്ട് ശരിക്കും റണ്ണിനുള്ളിൽ വെച്ചാൽ ഈ സ്റ്റാർട്ടിനുള്ളിലാണ്. സ്റ്റാർട്ട് കോൾ ചെയ്യുമ്പോഴാണ് റണ്ണിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടേക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ എഫിലെ എറർ വരുന്നത്. പക്ഷെ ഇവിടെ നിന്ന് വീണ്ടും ത്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ത്രെഡ് S3 ത്രെഡ് S3 എന്നുള്ളത് കോൾ ചെയ്യുന്ന മെയിലിനുള്ളിലാണ്. മെയിലിൽ നിന്ന് പുറത്തോട്ട് പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മെയിനിൽ നിന്ന് പുറത്തോട്ട് പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം സ്റ്റക്ക് ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനിപ്പോൾ പറയുന്നില്ല, ഇനിയിപ്പോൾ കൺഫ്യൂഷൻ ആകും. അതൊക്കെ ഡീറ്റെയിൽഡ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ത്രെഡ് സിങ്ക്രണൈസേഷനിൽ അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ത്രോസിന്റെ വർക്കിംഗ് അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ത്രോസിന്റെ ടോപ്പിക് വരുമ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് റിപ്പീറ്റ് ചെയ്യാം. സിങ്ക്രണൈസ്ഡ് ഒന്നും തീർച്ചയായിട്ടും. പിന്നെ വേറൊരു സിങ്ക്രണൈസ് ചെയ്യാനുള്ള ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയായിരുന്നു ത്രെഡ് സിങ്ക്രണൈസ് ചെയ്യാനായിട്ട് 3 മെത്തേഡ് ഉണ്ടായി. സിങ്ക്രണൈസ്ഡ് ബ്ലോക്ക്, അതായത് ഇപ്പൊ പറഞ്ഞ ഇതാണ്
ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് സിംഗിളൈസ്ഡ് ദിസ് വെച്ച് ചെയ്യണതാണ്. ഒരു ബ്ലോക്കിനെടുത്ത് നമ്മൾ സിംഗിളൈസ് ഉള്ളിലിട്ട് പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഫംഗ്ഷനാണ് ഏതെങ്കിലും ഒരു ഫംഗ്ഷനാണ് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അതിപ്പോൾ ഇങ്ങനെ ലോജിക്ക് കോഡ് ഇങ്ങനെ എഴുതിയേക്കാം. ടാബ് S1 എന്നുള്ള ഏതൊരു സ്റ്റെപ്പ് എൻഡിൽ S3 എന്ന് പറഞ്ഞ ഏതൊരു സ്റ്റെപ്പ് ഇങ്ങനെ F എന്നുള്ള ഫംഗ്ഷൻ വിചാരിക്കാം. പക്ഷെ നമുക്ക് ഇതാണ് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ ഇത് ഈ സെലക്ട് ചെയ്ത ബ്ലോക്കാണ് ഒരു സിംഗിൾ ബ്ലോക്കായിട്ട് യൂണിറ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾനൈസ്ഡ് കൊടുക്കാതെ യാതൊരു വേറെ മെത്തേഡൊന്നും ഇല്ല. സിംഗിൾനൈസ്ഡ് ദിസ് കൊടുത്ത് ഈ ബ്ലോക്ക് സിംഗിൾനൈസിനുള്ളിലാക്കുക. ഒരു ഫംഗ്ഷൻ്റെ സ്റ്റെപ്സ് മുഴുവനും ഒരുമിച്ച് ചെയ്യണമെന്നില്ല. ഫംഗ്ഷൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റെപ്സ് മാത്രം ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമുള്ളെങ്കിൽ ആ ബ്ലോക്ക് സിംഗിൾനൈസ്ഡ് ദിസിനുള്ളിൽ കൊടുക്കുക. അതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ചില സിറ്റുവേഷനിൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് കൺട്രോൾ വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ മുഴുവനായിട്ട് ഒരുമിച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് സിംക്രണൈസ്ഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അങ്ങനെ ഫംഗ്ഷനിലോട്ട് എക്സിക്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആകാതെ സ്വിച്ച് ചെയ്യരുത് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തത്. തന്നെ കിട്ടും. നെക്സ്റ്റിലോട്ട് കൺട്രോൾ വന്നിട്ടുണ്ടെങ്കിൽ എഫ് തീർന്നു കഴിഞ്ഞിട്ട് അടുത്ത എഫിലോട്ട് വന്നാൽ എഫിന്റെ 3 ബ്ലോക്ക് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് കോളിൽ എഫിന്റെ ബോർഡിലോട്ട് കൺട്രോൾ വന്നു കഴിഞ്ഞാൽ എഫ് ഫിനിഷ് ചെയ്യാതെ സ്വിച്ചിങ് നടക്കില്ല. അതിന് പോയിട്ടൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ സിംഗിളൈസ് എന്നുള്ള വേർഡ് കൊടുക്കുക. ഫംഗ്ഷൻ്റെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പ് സിംഗിളൈസ് എന്ന് വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ തീരാതെ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ആയിരിക്കാം നമുക്ക് ATMന്റെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കോഡുണ്ട്. വോയിഡ് ATMന്റെ കാര്യം ചെയ്യാൻ വേണ്ടി എന്തോ ഒരു സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നു വിചാരിക്കാം. അതേപോലെ തന്നെ ഈ ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വിചാരിക്കും. അതിലും കുറേ സ്റ്റെപ്സ് ഉണ്ട്. ATMിലെ കാര്യം ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റിന്റെ കാര്യം വർക്ക് ചെയ്യരുത്. അല്ലെങ്കിൽ ATM ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെപ്പോസിറ്റിലോട്ട് സ്വിച്ച് ചെയ്യാൻ പാടുള്ളൂ വിചാരിക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ATMന്റെ കോഡ് എഴുതിയിരിക്കുന്ന ഫംഗ്ഷനുള്ളിൽ ഫംഗ്ഷൻ സ്റ്റാർട്ടിങ്ങിൽ സിങ്ക്രണൈസ്ഡ് കൊടുക്കുക. ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കോഡ് വഴി ചിലപ്പോൾ ഒരു ഫംഗ്ഷനുള്ളിലാണെന്ന് വിചാരിക്കാം. ആ ഫംഗ്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ സിങ്ക്രണൈസ്ഡ് കൊടുക്കുക. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ATM ട്രാൻസാക്ഷൻ തുടങ്ങി കഴിയുന്നെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഫിനിഷ് ചെയ്യാതെ വേറൊരു സ്ഥലത്തോട്ടും കൺട്രോൾ സ്വിച്ച് ചെയ്യില്ല. ഈ പാരലായിട്ട് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ്റെ ഉള്ളിൽ സിംഗിളൈസ് കൊടുത്ത് ചെയ്യാം. ഫംഗ്ഷൻ്റെ ബോഡിയിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രം സിംഗിളൈസ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ സിംഗിളൈസ് ദിസ് കൊടുത്തും ചെയ്യാം. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സിംഗിളൈസർ മെത്തേഡാണ് ഈ പറഞ്ഞത്. തേർഡ് മെത്തേഡ് പ്രോഗ്രാമർക്ക് കുറച്ച് ലോജിക്കിലൊക്കെ കുറച്ച് മാറ്റം വരുത്തി വെയിറ്റ് നോട്ടിഫൈ എന്നുള്ള 2 ഫംഗ്ഷൻ്റെ ഹെൽപ്പോട് കൂടി പ്രോഗ്രാം മോഡിഫൈ ചെയ്യും. അത് ഇപ്പോഴത്തെ തീരുമില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറെ കാര്യങ്ങളൊക്കെ ഉള്ള പോലെയൊക്കെ തോന്നും. പക്ഷെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞതിൽ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. അവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്യേണ്ട ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് സിംഗിളൈസ് ദിസിനുള്ളിൽ കൊടുക്കണം. ഒരു ഫംഗ്ഷൻ ഒരു യൂണിറ്റ് സിംഗിൾ യൂണിറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ സിംഗിളൈസ്ഡ് എന്നുള്ള കീവേഡ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കും.
ഈ 2 പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് വെച്ച് സ്വിച്ച് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാവില്ല. സിങ്ക്രണൈസ്ഡ്